യെസ്, നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളുടെ ഫ്രീഡം ഫൈവ് ഗ്ലോബലിന്റെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഷാജി പുലർ. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്, ഇടപ്പള്ളിയിലാണ്. നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് കഴിഞ്ഞൊരു 7 വർഷത്തിലധികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു ജാപ്പനീസ് ടെക്നോളജി പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ ലക്ഷ്യം. ഇപ്പൊ നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് എല്ലായ്പ്പോഴും വളരെയധികം ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടില് എല്ലാവരും ആരും തന്നെ ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ വരാതിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് നമുക്ക് ഇത് ആരോഗ്യ സംരക്ഷണം പോസിബിൾ ആക്കാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ ആശുപത്രിയിലൊന്നും പോകേണ്ടി വരാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, അതിനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഒരു സെഷനിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു അസുഖം വരുന്നു, നമ്മള് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ കുറെ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നു, അതിനുശേഷം ഡോക്ടർ നമ്മളതിനെ ഒരു മെഡിക്കേഷനിൽ കൊണ്ടുവരുന്നു. ദെൻ ആ ഒരു മെഡിക്കേഷനുമായിട്ട് നമ്മൾ ആയുഷ്കാലം മുന്നോട്ട് പോകും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം. അതായത് ഇപ്പൊ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടായി, നമ്മൾ ഡോക്ടറെ കണ്ടു, നമ്മുടെ BP കൂടുതലാണ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടുതലാണ്, അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് മാർക്കേഴ്സ്, അതായത് അസുഖങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് കൂടുതലാണ്, നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു, പക്ഷെ ഇതൊന്നും മാറുന്നില്ല. ആയുഷ്കാലം മുഴുവൻ നമ്മൾ മരുന്നുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ആ ഒരു സിസ്റ്റത്തെ പറയുന്നത് ഡിസീസ് മാനേജ്മെന്റ്. നമുക്ക് എങ്ങനെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മരുന്നുകളോ അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് പോവാതെ ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം, അതിന് നമുക്ക് എങ്ങനെ ആരോഗ്യത്തിന്റെ ഒരു കൺട്രോൾ നമുക്ക് എടുക്കാം എന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ടെക്നോളജി പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉദ്ദേശം. സോ ഫസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ നിങ്ങൾക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാം, നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ്, എനാജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ ഇൻവോൾവ് ആണ്. ഈ ഒരു കമ്പനിയുടെ പേര് എനാജിക് എന്നാണ്, എനാജിക് ജപ്പാൻ. ഓക്കെ, അപ്പോൾ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് എങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാര്യം അത് അറിഞ്ഞാലാണല്ലോ നമുക്ക് അതെങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ അധികം ആളുകളൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയ? വൈ പീപ്പിൾ ബിക്കം സിക്ക്? എന്താണ് നമുക്ക് തോന്നുന്നത്? ആർക്കും ഒരു ഐഡിയ ഒന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാം? ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുമ്പോ. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ പ്രതിരോധ ശേഷി വീക്ക് ആവുമ്പോൾ, ക്ഷയിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ്. പക്ഷെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം? ഇപ്പോ ഐ ലൈക്ക് ദിസ് ഡെഫിനേഷൻ. ഇപ്പോ നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ റോജർ വില്യംസ് ആണ്. അപ്പൊ ആ ഡോക്ടർ പറയുന്ന കാര്യം, ഏതൊരു അസുഖങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം പറയുന്നത് ആ അസുഖത്തിന്റെ അല്ലെങ്കിൽ രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് സെല്ലുലാർ മാൽഫങ്ഷൻ എന്നാണ്. അതായത് കോശങ്ങളുടെ കേടുപാടുകളാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കോശങ്ങളാണ്. ഈ കോശങ്ങള് കേടാവുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. കോശങ്ങൾ കേടാവുന്നതും അവ നശിക്കുന്നതും 2 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഡോക്ടർ പറയുന്നത്.
ഒന്നാമത്തെ കാര്യം, ദേ ഡു നോട്ട് ഗെറ്റ് എവറിത്തിങ് ദേ നീഡ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ അതിന് ലഭിക്കാതാവുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ബിക്കോസ് ദേ ഗെറ്റ് പോയ്സൺ ബൈ സംതിങ് ദേ ഡു നോട്ട് നീഡ്. അതായത് കോശങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാൽ കോശങ്ങൾ കേടാവും. ഈ രണ്ട് കാര്യങ്ങളാണ്, അതായത് നമുക്ക് ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി. ഇങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആരോഗ്യത്തോടു കൂടി ദീർഘമായി ജീവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, വൺ ഈസ് ടു പ്രൊവൈഡ് അവർ സെൽസ് വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ് ദേ നീഡ്. അതിന് വേണ്ട പോഷകങ്ങൾ നമ്മൾ കൊടുക്കുക. ആൻഡ് ദി അതർ ഈസ് ടു പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം ടോക്സിൻസ്. ടോക്സിൻസിൽ നിന്ന് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുക. ഇത് എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത്ര നന്നായിട്ട് നമുക്ക് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാം. അത്ര നന്നായിട്ട് നമുക്ക് നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം. നമുക്കൊരു ക്വാളിറ്റി ലൈഫ്, നമ്മുടെ ഹെൽത്ത് സ്പാൻ, ലൈഫ് സ്പാൻ അല്ല, ഹെൽത്ത് സ്പാൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ കോശങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു കനോട്ട് ബി സിക്ക് എന്നാണ് ഡോക്ടർ റോജർ വില്യംസ് പറയുന്നത്. ഈ കോശങ്ങള് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം കോശങ്ങളാണ് ഇതിന്റെ ഒരു ബേസിക് യൂണിറ്റ്. ഒന്നുകൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ സെൽസ് ഒക്കെ തന്നെ ഇത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ ആൻഡ് 90+ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഒരു 90-ലധികം വരുന്ന പോഷകങ്ങളും വെള്ളവുമാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു അടിസ്ഥാന ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവന്റെ ശരീരവും അവന്റെ മനസ്സുമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് വെള്ളവും ഈ പറയുന്ന 90+ ന്യൂട്രിയൻസും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോശങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ ആ ഒരു കമ്പോസിഷൻ, അതായത് നമ്മള് ഈ വെള്ളത്തിലും അല്ലെങ്കിൽ പോഷകങ്ങളും നിർമ്മിതമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ ഈസ് ലൈഫ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ വാട്ടർ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ എന്നാണ് പറയുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ദിവ്യ ഔഷധം എന്ന് പറയുന്ന വെള്ളമാണ്. പക്ഷെ എല്ലാ വെള്ളവും നമുക്ക് ഒരുപോലെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഡിഫറെന്റ് ടൈപ്പ് വാട്ടർ ഉണ്ട്. ഇപ്പൊ മഴവെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെയല്ല, അല്ലെങ്കിൽ ബോട്ടിൽ വാട്ടർ വ്യത്യസ്തമാണ്, ടാപ്പ് വാട്ടർ വ്യത്യസ്തമാണ്, കിണറിൽ നിന്ന് ലഭിക്കുന്നത് വ്യത്യസ്തമാണ്, കടലിലെ വെള്ളം വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു ബോർവെല്ലിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം വ്യത്യാസമുണ്ട്. സോ എല്ലാ വെള്ളവും ഒരുപോലെയല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെള്ളത്തിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ വെള്ളം നമുക്ക് ഒരു ഔഷധമാക്കി മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിശ്ചയിക്കുക? അതിനൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ നമുക്ക് അറിയാനും അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത്. സോ ദിസ് കമ്പനി നെയിം ഈസ് കോൾഡ് എനാജിക്. എനാജിക് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് 50 വർഷമായിട്ട് നിലവിലൊരു കമ്പനിയാണ്. ദേ സ്റ്റാർട്ടഡ് ഇൻ 1974. ജപ്പാനിൽ ഇതൊരു ലൈസൻസ്ഡ് ആസ് എ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറർ. ഓക്കെ, ഒരു മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറർ ആണ് ഈ കമ്പനി. ആൻഡ് ദിസ് എക്യുപ്മെന്റ് ഈസ് സർട്ടിഫൈഡ് ആസ് എൻ ISO 13485. 13485 എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസിന് വേണ്ടി മാത്രമുള്ള സർട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് എൻഡോഴ്സ്മെന്റ്സും ഒരുപാട് പുസ്തകങ്ങളും സ്റ്റഡീസും ഒക്കെ നടന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് എക്യുപ്മെന്റ് ഈസ് ഹാവിംഗ് എ ലൈഫ് സ്പാൻ ഓഫ് 20-25 years ആൻഡ് ഇറ്റ് കംസ് വിത്ത് 5 years ഇന്റർനാഷണൽ വാറന്റി. ഇത് വാട്ടർ തെറാപ്പി എന്ന് പറയും. തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എന്നാണല്ലോ അർത്ഥം. അപ്പൊ വാട്ടർ തെറാപ്പി, ചികിത്സ, വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാർത്ഥം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇപ്പോൾ അതൊരു കിച്ചൺ അപ്ലയൻസ് ആയിട്ടാണ്, സാധാരണ ഒരു ഡൊമസ്റ്റിക് അപ്ലയൻസ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ കമ്പനി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 2016-ലാണ്. ഓക്കെ, ബാംഗ്ലൂരാണ് കമ്പനിയുടെ ഇന്ത്യ ഓഫീസ്, ഇന്ത്യ ഹെഡ് ഓഫീസ്. ഈ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇപ്പൊ ഈ ഒരു എക്യുപ്മെന്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വാട്ടർ ഫിൽട്ടറുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു വാട്ടർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ ക്ലീൻ ആക്കുകയാണ്. അതായത് വെള്ളത്തിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ നീക്കം ചെയ്ത് വെള്ളത്തിനെ ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളമാക്കി മാറ്റുന്നതാണ് വാട്ടർ ഫിൽട്ടേഴ്സ് അല്ലെങ്കിൽ പ്യൂരിഫയേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു മെഷീൻ, കാങ്കൻ മെഷീൻ, ഒരു വാട്ടർ മെഡിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിനെ ഒരു തെറാപ്യൂട്ടിക് വാട്ടർ ആക്കിയിട്ട്, അതായത് ഔഷധ ഗുണങ്ങളോട് കൂടിയ വെള്ളമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെഷീനാണ് ഈ
എനാജിക്കിന്റെ ഈ ഒരു മെഡിക്കൽ ഡിവൈസ്, വാട്ടർ അയോണൈസർ എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെന്റ്. ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് വെള്ളം എടുക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു മുറിവുണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനായിട്ടൊരു വെള്ളം എടുക്കാം. ഒരു പൊള്ളൽ ഉണ്ടായാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊരു വെള്ളം എടുക്കാം. അത്തരത്തിൽ നമുക്ക് വിവിധ ഉപയോഗങ്ങൾക്കായിട്ട് വിവിധ ടൈപ്പിലുള്ള വെള്ളം നമുക്ക് ഈ മെഷീനിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തെ പറയുന്നത് കാങ്കൻ വാട്ടർ എന്നാണ്. ഇതിനെ വിളിക്കുന്നത് കാങ്കൻ വാട്ടർ എന്നാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ പല ആളുകൾക്കും പല തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു 70% ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ പരിഹരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കഴിഞ്ഞൊരു 7 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഇത് മെഷീൻ ഉപയോഗിക്കുന്ന ആളുകളുടെയും ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തെറാപ്യൂട്ടിക് വാല്യൂസ്, ഔഷധ ഗുണങ്ങൾ? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 1 ആന്റി ഓക്സിഡേഷൻ, 2 ആൽക്കലിനിറ്റി, 3 മൈക്രോ ക്ലസ്റ്ററിംഗ്. ഓക്കെ, അപ്പൊ ഈ ആന്റി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഗുണങ്ങളാണ് ഈ വെള്ളത്തെ ഒരു സവിശേഷ ഗുണമാക്കിയിട്ട് മാറ്റുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ ഈ മെഷീനിലേക്ക് കൊടുക്കുന്ന ടാപ്പ് വാട്ടർ ആയിക്കോട്ടെ, വെൽ വാട്ടർ ആയിക്കോട്ടെ, ഈ വെള്ളത്തിനെ ഈ ഒരു 3 പ്രോപ്പർട്ടീസിലേക്കാണ് ഈ മെഷീൻ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഗുണങ്ങൾ? ആന്റി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനെ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളെ കേടാക്കുന്ന അല്ലെങ്കിൽ കോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഒരു മെക്കാനിസമാണ് ഓക്സിഡേഷൻ. ഇപ്പൊ നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബ്രൗൺ കളറിലേക്ക് വന്ന് കേടായി പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ കോശങ്ങളിൽ സംഭവിക്കുന്ന ഒരു കേടുപാടുകളാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഈ ഓക്സിഡേഷൻ മൂലം കോശങ്ങൾ കേടാവുന്നതിനെ പറയുന്നത് ഡീജനറേഷൻ എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസസ്, അതായത് ക്യാൻസർ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ആസ്മ, അലർജി. All these are called as chronic degenerative diseases. ഇപ്പൊ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, അൽസൈമേഴ്സ്, അല്ലെങ്കിൽ ഡിമെൻഷ്യ, പാർക്കിൻസോണിസം. ഓൾ ദീസ് ആർ നമ്മുടെ ന്യൂറോൺസിന്, അതായത് ബ്രെയിൻ സെൽസിന് വരുന്ന ഡീജനറേഷനാണ്. അപ്പൊ ഇങ്ങനെ കോശങ്ങളുടെ ഡീജനറേഷനുമായി അല്ലെങ്കിൽ കോശങ്ങളുടെ കേടുപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെ പൊതുവെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന രീതിയിലാണ്. ഓക്കെ, എന്നൊരു ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ ഈ ഡീജനറേഷൻ സംഭവിക്കുന്നതിന്റെ കാരണമാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അപ്പൊ ഈ ഓക്സിഡേഷൻ ഉണ്ടാവുന്നത് ശരീരത്തിൽ വലിയ അളവില് പലവിധ കാരണങ്ങളാൽ ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലമാണ്. നമ്മുടെ ഭക്ഷണശീലങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, റേഡിയേഷൻ ആവാം, ഫുഡ് ഹാബിറ്റ്സ് ആവാം, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആവാം, സ്ട്രെസ് ആവാം. പല കാരണങ്ങളാൽ വലിയ അളവിൽ ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ശരീരത്തിനകത്ത് ഓക്സിഡേഷൻ ഉണ്ടാവും, കോശങ്ങൾ കേടാവും, അത് രോഗങ്ങളിലേക്ക് നയിക്കും. ഓക്കെ, അപ്പൊ ശരീരം ഈ ഓക്സിഡേഷനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്നത് ആന്റി ഓക്സിഡൻസിലൂടെയാണ്. ആന്റി ഓക്സിഡൻസ് നമുക്ക് എവിടുന്ന് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് നമുക്ക് ആന്റി ഓക്സിഡൻസ് ലഭിക്കുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ ആന്റി ഓക്സിഡന്റ് ആണോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്സിഡന്റ് ആണെങ്കിൽ അത് ശരീരത്തിന് ഹാംഫുൾ ആണ്, ആന്റി ഓക്സിഡന്റ് ആണെങ്കിൽ ശരീരത്തിന് ഗുണകരമാണ്. ഇത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാം? ഇത് നമുക്ക് അറിയാനായിട്ടൊരു മെഷർമെന്റ് ഉണ്ട്. ഈ മെഷർമെന്റിനെ പറയുന്നത് ORP എന്നാണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവിന്റെ ORP എത്ര പ്ലസ് ആണോ അത്രയും അത് നമുക്ക് ഹാംഫുൾ ആണ്, ഓക്സിഡേഷൻ ഉണ്ടാക്കുന്നതാണ്. എത്ര മൈനസ് ആണോ അത്രയും നമുക്കത് ആന്റി ഓക്സിഡൈസിങ് ആണ്, നമുക്കത് ബെനിഫിഷ്യൽ ആണ്. ഇത് മെഷർ ചെയ്യുന്നത് മില്ലി വോൾട്സിലാണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ, അതായത് നമ്മൾ കഴിക്കുന്ന വസ്തുവിൽ നിന്ന് ശരീരത്തിലേക്ക് ലഭിക്കുന്ന എനർജിയുടെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ മെഷർമെന്റ് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് നമുക്കിതൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോ പ്രധാനപ്പെട്ട ബോട്ടിൽ വാട്ടർ, ഇപ്പൊ 2 കിൻലി അതുപോലെ അക്വഫിന 2 ബോട്ടിൽ വാട്ടർ നമ്മൾ ആദ്യം എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്, പൊതുവെ നമ്മളിപ്പോ എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക് ഇവിടെ നിന്ന് പരിശോധിക്കാം. അതുപോലെ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ കിണർ വെള്ളം. ദെൻ ഇത് ഈ മെഷീനിനകത്തുള്ള വെള്ളമാണ്, ഇതാണ് കാങ്കൻ വാട്ടർ.
ഇത് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു മീറ്റർ ഉപയോഗിച്ചാണ്. ഇതിന് ORP മീറ്റർ എന്നാണ് പറയുക. ഈ ഒരു ORP മീറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് വെള്ളത്തിന്റെ ഓക്സിഡേഷൻ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാം. ഇത് ഇപ്പൊ നമ്മള് കിൻലി എന്ന് പറയുന്ന വെള്ളമാണ്. ആ ഒരു ഇതിനകത്ത് കിൻലി നമ്മൾ മെഷർ ചെയ്തപ്പം ആ മീറ്റർ റീഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. The reading is more 200 and plus. ഇത് 224. ഇത് പ്ലസ് ആണ്. അത് മൈനസ് ആണെങ്കിൽ അവിടെ മൈനസ് മാർക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻലി വാട്ടർ ഓക്സിഡൈസിങ് 200 millivolts ഇത് ഇലക്ട്രോൺസിനെ നമ്മുടെ ശരീരത്തിന് ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അക്വാഫിനെ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം. ഇത് 220 and above. Okay, now we will see soft drink. Soft drink is also oxidizing. ഇത് ഓൾമോസ്റ്റ് 300 and അതൊരു 400 വരാം. അതും ഓക്സിഡൈസിങ്. ഇനി ടാപ്പ് വാട്ടർ is also plus 240. So this is the thing. നമ്മൾ കുടിക്കുന്ന വെള്ളം ഇത് കെമിക്കലി ഒക്കെ പെർഫെക്റ്റ് ആണ്, ക്ലീൻ ആണ്, പ്യൂരിഫൈഡ് ആണ്, ഫിൽറ്റേർഡ് ആണ്. പക്ഷെ വെള്ളത്തിന്റെ ഓക്സിഡേഷൻ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്സിഡൈസിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അത് ഹാംഫുൾ ആണ്, ഒരു ഹെൽത്തി വാട്ടർ അല്ല. എന്നാൽ കാങ്കൻ വാട്ടറിലേക്ക് വരുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അത് മൈനസ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ്, എനർജൈസിങ് ആണ്. നമ്മുടെ ബോഡി അത് എനർജൈസ് ചെയ്യുന്നു. മറ്റു വെള്ളങ്ങളെല്ലാം തന്നെ ബോഡിയിലുള്ള എനർജിയെ ഇല്ലാതാക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ കാങ്കൻ വാട്ടർ ആൻഡ് അതർ വാട്ടർ. ഓക്കെ, ഇപ്പൊ നാച്ചുറലി നമുക്ക് ഇത്തരത്തിൽ ആന്റി ഓക്സിഡന്റ് വാട്ടർ ലഭിക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ റെയർ ലൊക്കേഷൻസിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസിൽ മാത്രമേ നമുക്കിപ്പോൾ അത് ലഭിക്കുന്നുള്ളൂ. ആ വെള്ളങ്ങളെ പൊതുവെ നമ്മൾ ഹീലിംഗ് വാട്ടേഴ്സ് ആണ് പറയാം. അപ്പൊ ഇതാണ് കാങ്കൻ മെഷീൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൽക്കലിനിറ്റിയാണ്. അതായത് നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ശരീരം രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രയാസങ്ങളിലേക്കും പോകുന്ന മറ്റൊരു മെക്കാനിസമാണ് അസിഡോസിസ്. അതായത് ശരീരത്തിന് അതിന്റെ സ്വാഭാവിക അസിഡിക് ആൽക്കലൈൻ ബാലൻസിങ് ചെയ്യാൻ കഴിയാതെ ശരീരം വളരെയധികം അസിഡിറ്റിയിലേക്ക് അല്ലെങ്കിൽ അസിഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് അസിഡോസിസ്. ഈ അസിഡിക് ആൽക്കലൈൻ ബാലൻസിങ് നമ്മൾ മെഷർ ചെയ്യുന്നത് pH എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ്. pH എന്ന് പറയുന്നത് 1 മുതൽ 14 വരെയുള്ള ഒരു സ്കെയിലാണ്. ഇതിൽ 7 ന്യൂട്രൽ ആയിട്ടും 7-ന് താഴെ വരുന്നത് അസിഡിക് ആയും 7-ന് മുകളിൽ ആൽക്കലൈനുമായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ശരീരത്തിന്റെ ഒരു pH, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സിന്റെ, സെൽസിന്റെ, ടിഷ്യൂസിന്റെ ഇതിന്റെയൊക്കെ ഒരു pH അസിഡിക് pHയിലേക്കാണ് വരുന്നതെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ ശരീരത്തില് ഈ ഒരു pH ബാലൻസിങ് നടക്കുന്നതിന് ഒരുപാട് സംവിധാനങ്ങൾ. അതിൽ ഏറ്റവും അധികം ശരീരത്തെ സഹായിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഹൈലി ആസിഡിക് ആണ്. ഓക്കെ, ഇത് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഇപ്പൊ നേരത്തെ നമ്മൾ ORP മെഷർ ചെയ്തതുപോലെ തന്നെ pH നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇത് മെഷർ ചെയ്യുന്നതിന് നമ്മൾ പണ്ട് ലിറ്റ്മസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്തത് ഒരു പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതൊരു ലിറ്റ്മസ് തന്നെയാണ്. ഇതിന്റെ ലിക്വിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലിക്വിഡ് ഒരു 3-4 ഡ്രോപ്പ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്താൽ അതിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ അത് ന്യൂട്രൽ ആണ്. ഇത് യെല്ലോ, ഓറഞ്ച്, റെഡ് കളറിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഹൈലി അസിഡിക് ആണ്. ബ്ലൂ, പർപ്പിൾ ആണെങ്കിൽ ആൽക്കലൈൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണെങ്കിൽ നമുക്കത് ഗുണമില്ല, ദോഷമില്ല. പക്ഷെ യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ ആണെങ്കിൽ ഹൈലി അസിഡിക് ആണ്, നമുക്കത് ദോഷകരമാണ്. കാര്യം ആ വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തെ ആൽക്കലൈസ് ചെയ്യാൻ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള മിനറൽസിനെ കൂടെ അത് ഇല്ലാതാക്കും. ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന ഹൈലി അസിഡിക് ആണ്, കണ്ടോ, അതിന്റെ 2.5 pH ഒക്കെയാണ്. ദെൻ ടാപ്പ് വാട്ടർ ന്യൂട്രൽ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ഇപ്പൊ ക്ലോറിൻ അല്ലെങ്കിൽ ലൈ പോലെ വെള്ളത്തിലേക്ക് ധാരാളം അഡിറ്റീവ്സ്, കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ടാണ് വെള്ളത്തിന്റെ pHനെ ഇൻക്രീസ് ചെയ്യുന്നത്. അതും നമുക്കൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല, ആരോഗ്യപരമായിട്ടുള്ള ഒരു ടെക്നോളജി അല്ല. ഇത് കാങ്കൻ വാട്ടർ ഇസ് നോട്ട് കെമിക്കലി ആൾട്ടേർഡ്. ഇതൊരു കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ടല്ല, വെള്ളത്തിലെ അസിഡിക് ആൽക്കലൈൻ ഘടകങ്ങളെ വേർതിരിച്ചുകൊണ്ടാണ് കാങ്കൻ മെഷീൻ അതിന്റെ pHനെ റെഗുലേറ്റ് ചെയ്യുന്നത്.
ഈ ഒരു വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക pH-നെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ ശരീരത്തിന് വളരെ എളുപ്പത്തിൽ സഹായിക്കും. എന്നാൽ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെയധികം അസിഡിറ്റി ഉണ്ടാക്കുന്നതായതിനാൽ തന്നെ ഇത് പലപ്പോഴും സാധിക്കാറില്ല. ഇതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്, ഉദാഹരണമായിട്ട് ഞാൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക് കാണിക്കാം. ഇപ്പൊ ഈ സോഫ്റ്റ് ഡ്രിങ്ക് നമ്മളൊരു ബോട്ടിലേക്ക് ഇപ്പൊ ഓൾറെഡി നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനി അത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ഫുൾ ബോട്ടിൽ കാങ്കൻ വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷവും അതിന്റെ pH-ൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അസിഡിക് ആണ്. ഇപ്പോഴും അത് ആ ഒരു അറൌണ്ട് 2.53 pH-ലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭക്ഷണശീലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ കൂടുതലും ഇത്തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശരീരത്തെ ഒരു അസിഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പലപ്പോഴും ശരീരത്തിന് ഇത് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരും. ദെൻ ഇത് ബോഡി എക്സോസ്റ്റഡ് ആവുമ്പോൾ നമുക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. കണ്ടോ, ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ബോഡിയിലേക്ക് വന്നപ്പോൾ തന്നെ ഇതെല്ലാം അസിഡിക് ആയി. അത്രമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് സോഡ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ, സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അസിഡിറ്റി കവറപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ചുരുങ്ങിയത് ഒരു 30 മുതൽ 50 ഗ്ലാസ് കാങ്കൻ വാട്ടർ എങ്കിലും കുടിക്കേണ്ടി വരും. അത്രമാത്രം അസിഡിക് ആണത്. 2.5 pH ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കതും ഇതുപോലെ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. ഇത് 1931 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഒരു ഡോക്ടർ പറയുന്നത് നോക്കുക, ഓൾ ഫോംസ് ഓഫ് ക്യാൻസർ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ 2 ബേസിക് കണ്ടീഷൻസ്, അസിഡോസിസ് ആൻഡ് ഹൈപ്പോക്സിയ. അതായത് ഏതൊരു ക്യാൻസർ എടുത്താലും ഈ 2 കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ബോഡി അസിഡിക് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ ഇല്ലാതാവും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. നമ്മുടെ ശരീരം ഒരു ആൽക്കലൈൻ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലായ്പ്പോഴും കൊണ്ടുവരിക, നിലനിർത്തുക എന്നുള്ളതാണ് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള നമുക്ക് ഏറ്റവും ആവശ്യമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം. ഇതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമുക്ക് എന്തായാലും സമയപരിമിതി മൂലം നമുക്ക് ഇപ്പോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി വെള്ളത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി, കാങ്കൻ വാട്ടർ എന്താണ് ഈ മെഷീൻ ചെയ്യുന്നത്, മൂന്നാമതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇത് മൈക്രോ ക്ലസ്റ്ററിംഗ് എന്നാണ് പറയുക. മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഹൈഡ്രേഷൻ കപ്പാസിറ്റിയാണ്. ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്കറിയാം, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത് മാത്രമല്ല, കുടിക്കുന്ന വെള്ളം ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചേരണം. ആ കോശങ്ങളിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ അത് എത്തിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ കോശങ്ങളിൽ നിന്നുള്ള ടോക്സിൻസിനെ, വിഷവസ്തുക്കളെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് നീക്കം ചെയ്യണം. ഓക്കെ, ഈ നീക്കം ചെയ്യുന്ന ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മീഡിയം അല്ലെങ്കിൽ കമ്പോണന്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം വിയർപ്പിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ യൂറിനേഷനിലാണെങ്കിലും എക്സ്ക്രീഷനാണെങ്കിലും ഒക്കെ തന്നെ വാട്ടർ ഈസ് ദ മെയിൻ മീഡിയം അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് കമ്പോണന്റ് ഇൻ ഓൾ ദ ബയോകെമിക്കൽ പ്രോസസ്സസ് ഇൻസൈഡ് ദ ബോഡി. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം സിംഹഭാഗവും കോശങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പുതിയ ഫൈൻഡിങ്സ്. ഈ ഒരു ഡോക്ടർ, ഇദ്ദേഹത്തിന് 2003 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് കോശങ്ങളിലേക്ക് വെള്ളം പ്രവേശിക്കുന്നത് അക്വാപോറിൻസ് എന്ന് പറയുന്ന ഒരു വാട്ടർ ചാനലിലൂടെയാണ്. ഓക്കെ, ഈ അക്വാപോറിൻസിന്റെ ഡിസ്കവറിക്കാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ അക്വാപോറിൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. വെള്ളം ഇതിലൂടെ പ്രവേശിക്കുന്നത് മോളിക്യൂൾ ബൈ മോളിക്യൂൾ ആയിട്ടാണ്. അതായത് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ആറ്റങ്ങൾ കൂടി ചേരുന്നതിനെയാണ് മോളിക്യൂൾ എന്ന് പറയുക. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജൻ മോളിക്യൂളും കൂടി ചേർന്നാൽ ഒരു വാട്ടർ മോളിക്യൂൾ ആയി. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ഒരു ജസ്റ്റ് മോളിക്യൂൾ, നമ്മൾ കുടിക്കുന്നത് ഒരു ലാർജ് എന്താ പറയാ ക്ലസ്റ്റർ ഓഫ് മോളിക്യൂൾസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോശങ്ങളിലേക്ക് ഇത് മോളിക്യൂൾ ബൈ മോളിക്യൂൾ ആയിട്ടാണ് എൻ്റർ ചെയ്യുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്വാപോറിൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. നമ്മൾ കുടിക്കുന്ന വെള്ളവും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇത് റിപ്പൽ ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ ORP പരിശോധിച്ചപ്പോൾ കണ്ടു, ബോട്ടിൽ വാട്ടർ, അക്വഫിന, കിൻലി അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ, മറ്റുള്ള എല്ലാ വെള്ളവും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എക്സെപ്റ്റ് കാങ്കൻ. കാങ്കൻ ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സോ ദിസ് ഇസ് വാട്ട് ദിസ് മെഷീൻ ഇസ് ഡൂയിങ്. This machine is converting positively charged water into a negatively charged water. So the advantage is that ഈ വെള്ളത്തിന് ഈ അക്വാപോറിൻസിലൂടെ വളരെ ഈസിയായി, ആയാസരഹിതമായി, കൃത്യമായി കോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതോടുകൂടി കോശങ്ങളിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കാനും ടോക്സിൻസിനെ നീക്കം ചെയ്യാനും സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ കറക്റ്റ് ആവും, ഡീടോക്സിഫിക്കേഷൻ കറക്റ്റ് ആവും. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ വളരെ ചെറിയൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് കാണിക്കാം. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ്, ഇപ്പൊ നമ്മളൊരു 2 ഗ്രീൻ ടീ ബാഗ്
2 ഗ്ലാസ്സുകളിലേക്കായിട്ട് ഇട്ടതിന് ശേഷം ഒന്നിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ആഡ് ചെയ്യുന്നു, ഒരു വ്യത്യാസമില്ല. ഒന്നിലേക്ക് നമ്മൾ കാങ്കൻ വാട്ടർ ആഡ് ചെയ്യും. സി ദ ഡിഫറൻസ്. ഇപ്പൊ സാധാരണ വെള്ളം നമുക്കറിയാം, വെള്ളം ചൂടാക്കിയാൽ മാത്രമേ അത് ഗ്രീൻ ടീ ആവുള്ളൂ. നോർമൽ ടെമ്പറേച്ചറിനകത്ത് അത് അബ്സോർബ് ചെയ്യില്ല. എന്നാൽ കാങ്കൻ വാട്ടർ വെള്ളം ചൂടാക്കാതെ തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ അത് ഗ്രീൻ ടീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്തു. ആ ഗ്രീൻ ടീക്ക് അകത്തുള്ള അതിന്റെ ടീ എക്സ്ട്രാക്റ്റിനെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, അബ്സോർബ് ചെയ്തെടുത്തു. ഓക്കെ. ഇനി വീണ്ടും നമ്മൾ കാങ്കൻ വാട്ടർ ഫസ്റ്റ് ടീ ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പം അത് വീണ്ടും ഗ്രീൻ ടീ ആയി. എന്നാൽ നോർമൽ വാട്ടർ വീണ്ടും സ്ട്രഗ്ലിംഗ് ആണ്. ലെറ്റ്സ് സീ വൺ മോർ ടൈം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് പരിശോധിക്കാം. സി വാട്ട് വിൽ ഹാപ്പൻ. സി നോർമൽ വാട്ടർ അഗെയിൻ സ്ട്രഗ്ലിംഗ്, കാങ്കൻ വാട്ടർ ബിക്കേം ഗ്രീൻ ടീ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എന്ത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നു എന്നുള്ളതല്ല, വെള്ളം ഹൈഡ്രേഷൻ നടക്കുക എന്നുള്ളതാണ്. ഇപ്പം സാധാരണ വെള്ളം ഇപ്പൊ നമ്മളൊരു 3 ഗ്ലാസ്സിൽ ഒരു വ്യത്യാസമില്ല, പക്ഷെ ഈ കാങ്കൻ വാട്ടർ ഒഴിച്ചു കൊടുത്ത എല്ലാം ഗ്രീൻ ടീ ആയി. ഇനി ആ സാധാരണ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീൻ ടീ ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് കൂടി നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ പരിശോധിക്കാവുന്നേ ഉള്ളൂ. സി, കാങ്കൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ അതെല്ലാം ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്ത് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, പക്ഷെ അത് സാധാരണ വെള്ളത്തിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. കാങ്കൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ അത് അബ്സോർപ്ഷൻ ആയി. ഓക്കെ, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതല്ല, എന്ത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ്സ്, ബോഡി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70% ഓഫ് ദ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ടർ. ആ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ശരിയായ ഫോമിലാകുമ്പോൾ മാത്രമാണ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അബ്സോർപ്ഷൻ ആണെങ്കിലും ഡീടോക്സിഫിക്കേഷൻ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാം, ചെറിയൊരു 1 മിനിറ്റ് വീഡിയോ. സോ ഈ ഒരു വീഡിയോയില് ഈ ഡോക്ടർ കാണിക്കുന്നത് നമ്മുടെ ബ്ലഡിന്റെ കണ്ടീഷൻ, അതായത് ഈ വെള്ളം കുടിക്കുന്നതിന് ശേഷവും കുടിക്കുന്നതിന് മുമ്പും കുടിച്ചതിന് ശേഷവും നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഡിഫറൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ മൈക്രോസ്കോപ്പിലൂടെ ഡോക്ടർ പരിശോധിക്കുന്നത്. ലെറ്റ്സ് സീ. From this drop, drawing blood from a patient's finger. Using a special microscope, we shall be able to see the condition of her body from this drop. These are red blood cells, and they've lost their electrical charge, so they're all stuck together in a formation called a rouleau. Here's a huge symplast. Symplasts are associated with heart disease and arthritis and lung disease and many other conditions that could be coming in the future. The doctor asks the patient to drink a small amount of structured water. After 12 minutes, the doctor again draws blood from the patient and studies it. So you can see that the cells then become buoyant, they become slippery, and they have their electrical charge, so they repel each other. That allows them to carry oxygen, and it means that we're changing the pH of the blood back to an aerobic environment rather than an anaerobic environment. I think that's utterly amazing that just drinking water could do that. Yes. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് നമ്മള് ആ ഡോക്ടർ ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പം ആ റെഡ് ബ്ലഡ് സെൽസ്, അതായത് RBC ഒക്കെ തിക്കാണ്, അത് ക്ലോഗ്ഡ് ആണ്, മൂവ്മെന്റ് ഇല്ല, ആ ബ്ലഡ് തിക്കാണ്. അപ്പൊ ഈ മൂവ്മെന്റ് കുറയുമ്പോഴാണ്, സർക്കുലേഷൻ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് പലവിധ രോഗങ്ങൾ, അതായത് ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്ലോട്ടുകൾ, ഇതൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഒരു ഗ്ലാസ് കാങ്കൻ വാട്ടർ കൊടുത്ത് 12 മിനിറ്റിന് ശേഷം നോക്കിയപ്പോ ആ ബ്ലഡിന്റെ കണ്ടീഷൻ ടോട്ടലി ചേഞ്ച് ആയി. RBC കംപ്ലീറ്റ് സെപ്പറേറ്റഡ് ആയി, ദേ സ്റ്റാർട്ടഡ് മൂവിങ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് ഒരു ഓക്സിജനേറ്റഡ് എൻവയൺമെന്റിലേക്ക്, ഒരു എയറോബിക് എൻവയൺമെന്റിലേക്ക് തിരികെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നോർമലി നമുക്കറിയാം ബ്ലഡ് തിക്കാവുമ്പം ഡോക്ടേഴ്സ് ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്ന മെഡിക്കേഷൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുക. ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത് ബ്ലഡ് കട്ട് പിടിക്കാതിരിക്കാനായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ്. അതായത് ആസ്പിറിൻ അല്ലെങ്കിൽ സ്റ്റാറ്റിൻസ് അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ് ഇത് കൊടുക്കുക.
ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ബ്ലഡ് തിന്നാവും, പക്ഷെ ബ്ലഡ് ഒരിക്കലും ഒരു ഓക്സിജനേറ്റഡ് എൻവയൺമെന്റിലേക്ക് വരില്ല. പക്ഷെ ഇവിടെ കാങ്കൻ വാട്ടറിന്റെ ഏറ്റവും വലിയൊരു മാജിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരേ സമയം ബ്ലഡ് തിന്നാവുന്നു, അതോടൊപ്പം തന്നെ ബ്ലഡ് ഒരു ഓക്സിജനേറ്റഡ് എൻവയൺമെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വൈ? ബിക്കോസ് ദിസ് വാട്ടർ ഈസ് നാച്ചുറൽ. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് തിന്നറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് റിക്കവർ ചെയ്യാനും ഈ വെള്ളം സഹായിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ, നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഒരു സഫീഷ്യന്റ് ക്വാണ്ടിറ്റി വാട്ടർ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്നതോടൊപ്പം നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടി നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രികളിൽ പോകേണ്ടി വരില്ല. ഒരു വിധപ്പെട്ട രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ റിക്കവർ ചെയ്യാം. ഒരുവിധം നമ്മൾ ആരോഗ്യ സംരക്ഷണം പൂർത്തിയാക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മെഷീനിൽ നമുക്ക് കുടിക്കാൻ മാത്രമല്ല ഡിഫറെന്റ് ടൈപ്പ് വെള്ളം എടുക്കാം. ഇതിനകത്ത് കുടിക്കുന്നതിനായിട്ട് നമുക്കൊരു 3 pH-ലുള്ള വെള്ളമാണ്, 8.5, 9, 9.5. ഈ ഒരു 3 pH-ലുള്ള വെള്ളവും നമുക്ക് കുടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു വാട്ടർ ക്ലീൻ വാട്ടർ ആണ്, അതും കുടിക്കാൻ എടുക്കാം. പക്ഷെ നോർമലി നമ്മളത് എല്ലായ്പ്പോഴും കുടിക്കുന്നതിന് നമ്മൾ കാങ്കൻ വാട്ടർ ആണ് എടുക്കുക. കാങ്കൻ വാട്ടർ, ക്ലീൻ വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ pH വാട്ടർ ആണ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത് ചെറിയ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബേബി ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാൻ ഒക്കെയാണ് നമ്മൾ ഈ വെള്ളം എടുക്കുക. പിന്നീട് മറ്റൊരു വാട്ടർ ബ്യൂട്ടി വാട്ടർ. ബ്യൂട്ടി വാട്ടർ എന്ന് പറയുന്നത് ഈ മെഷീൻ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അറിയാം, ഈ വെള്ളം നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാനോ ഹെയർ വാഷ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊരു നല്ലൊരു ടോണറാണ്, ഒരു ആസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടി ഉള്ള ഒരു വെള്ളമാണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ എടുക്കാം. നമുക്കത് ഫേസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന്റെ ഒരു സപ്പിൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ ടൈറ്റ് ആയി നിൽക്കാനൊക്കെ നമുക്കിത് സഹായിക്കും. ഒപ്പം തന്നെ ഹെയറിനൊക്കെ നല്ലതാണ്. നല്ലൊരു കണ്ടീഷനിങ് വാട്ടർ കൂടിയാണ്, അത് കണ്ടീഷനിങ് എഫക്റ്റ് ഉള്ള വാട്ടറാണ്. ഓക്കെ, സോ ബ്യൂട്ടി വാട്ടർ. പിന്നെ സ്ട്രോങ് അസിഡിക് വാട്ടർ എന്ന് പറയുന്നത് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു വാട്ടർ ആണ്. സോ ദിസ് വാട്ടർ ഈസ് എ വെരി പവർഫുൾ ഡിസിൻഫെക്ടന്റ് ആൻഡ് സാനിറ്റൈസർ. അപ്പൊ നമ്മൾ സാനിറ്റൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഒരു മുറിവോ സ്കിന്നിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. മൗത്ത് വാഷ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ചില സ്കിൻ കണ്ടീഷൻസിൽ ഇപ്പം സ്ക്രീനിൽ കാണിക്കുന്നതൊക്കെ തന്നെ യഥാർത്ഥ കേസ് സ്റ്റഡീസ് ആണ്. ഇത് സൊറിയാസിസ്, ഈ പ്രായമുള്ളവരുടെ കയ്യിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന സൊറിയാസിസ്, കാങ്കൻ വാട്ടർ കുടിക്കുന്നതോടൊപ്പം ഈ 2.5 നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനാണ്. ഇത് കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളമല്ല, ഇത് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുക. ഒരു 2 മാസം കൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് റിക്കവർ ആയി. അതുപോലെ തന്നെ എക്സീമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, ഇതൊക്കെ കുട്ടികളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് ഈ എക്സീമ ഒക്കെ. അപ്പൊ നമ്മൾ ഈ വെള്ളം അപ്ലൈ ചെയ്താൽ മതിയാവും. 2 ആഴ്ച കൊണ്ട് തന്നെ അത് ക്ലിയർ ആയി. അതുപോലെ സൊറിയാസിസ്, ദെൻ സെല്ലുലൈറ്റിസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് 2.5 pH എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ആണ്. നമുക്ക് ഇത് 100% മൈക്രോ ഓർഗാനിസങ്ങളെ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് ഇല്ലാതാക്കും. അപ്പൊ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാനും സാനിറ്റൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കിച്ചണില്, വാഷ്റൂമില്, മൗത്ത് വാഷ് ആയിട്ട്, സ്കിന്നിൽ വല്ല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് സ്ട്രോങ് കാങ്കൻ വാട്ടർ ആണ്. ഇത് 11.5 pH വെള്ളമാണ്. ഓക്കെ, ഈ ഒരു മെഷീൻ മാത്രമേ ലോകത്തില് ഈ 2.5 അതുപോലെ 11.5 pH വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിലവിലുള്ളൂ. ഓക്കെ, വേറെ ഒരു മെഷീനും ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്ന ക്ലെയിം മാത്രമാണ്. ഓക്കെ, നോ മെഷീൻ ക്യാൻ പ്രൊഡ്യൂസ് ദിസ് 2.5 and 11.5 pH വാട്ടർ ഇൻ ദ വേൾഡ് നൗ. ഈ 11.5 pHന്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. ഇത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിലുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഞാനതൊന്ന് വളരെ എളുപ്പത്തിലൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ 2 ഗ്ലാസ്സുകളിലേക്ക് ഞാൻ ചെറിയ ടൊമാറ്റോസ് ഇട്ടതിന് ശേഷം ഒന്നിലിപ്പോ നമ്മൾ ഈ ഫസ്റ്റ് ഗ്ലാസ്സിൽ നമ്മൾ നോർമൽ വാട്ടർ ഒഴിക്കുന്നു. ദെൻ ഇതിനകത്ത് നമ്മളിപ്പോ കാങ്കൻ വാട്ടർ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നല്ലെണ്ണ, ഇത് നമ്മുടെ സാധാരണ നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമ്മൾ 2 ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ ഒഴിക്കണം. അപ്പൊ സാധാരണ നമുക്കറിയാം വെള്ളവും ഓയിലും ആയിട്ട് മിക്സ് ആവില്ല. അപ്പൊ സാധാരണ വെള്ളം നമ്മൾ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളം വേറെയും ഓയിൽ വേറെ ആയിട്ട്. എന്നാൽ ഈ സ്ട്രോങ് കാങ്കൻ വാട്ടറിലേക്ക് നമ്മൾ ഓയിലിലേക്ക് നമ്മൾ സ്ട്രോങ് കാങ്കൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു സീ ദ ഡിഫറൻസ്. അത് മിക്സായി എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് ആ ഓയിലിനെ എമൾസിഫൈ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തു. സോ ദിസ് വാട്ടർ ഇസ് എ വെരി പവർഫുൾ എമൾസിഫയർ.
അതിനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറികളിലാണെങ്കിലും എല്ലാ ഭക്ഷണ വസ്തുക്കളിലും ഇവ ആഡ് ചെയ്യുന്ന കളേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് എന്നൊക്കെ പറയുന്നത് പലതും ഓയിൽ ബേസ്ഡ് ആണ്. ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. നമ്മൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താലൊന്നും അത് പോവില്ല. എന്നാൽ കാങ്കൻ വാട്ടർ ഓൾറെഡി എന്താണ് ഇതിനെ എമൾസിഫൈ ചെയ്യും. സോ ദാറ്റ് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന കീടനാശിനികള് അല്ലെങ്കിൽ കെമിക്കൽസ്, കളേഴ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഈവൻ അരി ഉൾപ്പെടെയാണെങ്കിലും പൾസസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ എല്ലാം. ഇപ്പോ ഈ ചെറു ടൊമാറ്റോ സാധാരണ വെള്ളം ഒഴിച്ചാൽ വെള്ളം നമ്മൾ ഇതിലേക്ക് മാറ്റി ഒഴിച്ചപ്പോൾ നമുക്കൊരു വ്യത്യാസമില്ല. എന്നാൽ ഈ കാങ്കൻ വാട്ടറിന്റെ നോക്കൂ ദ ഡിഫറൻസ്. വളരെ ചെറിയൊരു സമയം മാത്രമേ നമ്മൾ അതിനകത്ത് സോക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ആ വെള്ളത്തിൽ ഒരു ഡിഫറൻസ് കണ്ടോ? അപ്പൊ സാധാരണ വെള്ളം ദർ ഇസ് നോ ഡിഫറൻസ്. ആ വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പഴയ പോലെ തന്നെ. എന്നാൽ കാങ്കൻ വാട്ടർ അത്രമാത്രം അത് കീടനാശിനികൾ അത് റിമൂവ് ചെയ്തു. ദ കളർ ഹാസ് ഗോട്ട് ചേഞ്ച്ഡ്. ഇത് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതാണ്. അപ്പൊ സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഈ വെള്ളം ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് സമയപരിമിതി മൂലം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഷെയർ ചെയ്യുന്നില്ല. ഈ ഒരു മെഷീന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. സി ദർ ആർ 2 ചാമ്പേഴ്സ് ഇൻസൈഡ് ദിസ് മെഷീൻ. ഒരു ഫസ്റ്റ് ചാമ്പർ എന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ ചാമ്പർ ആണ്. അതായത് വെള്ളത്തിലുള്ള ഇപ്പോൾ ക്ലോറിനോ അല്ലെങ്കിൽ മറ്റുള്ള ബാക്ടീരിയ, കോളിഫോം, ഈക്വലൈ എന്നൊക്കെ പറയുന്ന അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഈ മെഷീന്റെ ഉള്ളിൽ ഇലക്ട്രോ പ്ലേറ്റ്സ് ആണ്. ഈ എനാജിക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ യൂസ് മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയം ആൻഡ് പ്ലാറ്റിനം. ഈ മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ടൈറ്റാനിയം, പ്ലാറ്റിനം പ്ലേറ്റ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ്സ് ഒരിക്കലും കേടാവത്തില്ല. ഇത് ഒരു കൊറോഷനോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും ആവില്ല. ഇത് നമുക്ക് മെഷീന്റെ ലൈഫ് എന്ന് പറയുന്നത് 25 വർഷമൊക്കെയാണ് കമ്പനി പറയുന്നത്. ഓക്കെ, നമുക്കിത് ഈസി ആയിട്ട് 25-30 വർഷമൊക്കെ ഉപയോഗിക്കാം. ഈ വെള്ളം ഈ പ്ലേറ്റ്സിൽ വരുമ്പോൾ വെള്ളത്തിനെ ഇലക്ട്രിക്കലി ചാർജ് ചെയ്ത് രണ്ടായി വേർതിരിച്ച് അസിഡിക് ഘടകങ്ങളും ആൽക്കലൈൻ ഘടകങ്ങളും വേർതിരിച്ച് അസിഡിക് വാട്ടർ സെപ്പറേറ്റ് ആയും ആൽക്കലൈൻ വാട്ടർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കും. അത് ഏത് pH ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിന് ആനുപാതികമായിട്ടാണ് ഈ പ്രൊഡക്ഷൻ നടക്കുക. ഈ മെഷീന്റെ മുകളിൽ നമുക്ക് ബട്ടൺസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെള്ളം ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാനുപാതികമായിട്ടാണ് ഈ പ്രൊഡക്ഷൻ നടക്കുക. ഇത് ഹൈലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ, ഇതിന്റെ ഈ ഒരു ടെക്നോളജിയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ സയൻസിനെ കുറിച്ചോ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിലോ നിങ്ങൾക്കിത് പുറത്തൊന്നും ഒരുപക്ഷെ ഇത് ആരോട് ചോദിച്ചാലും ഇത് അറിഞ്ഞൊന്നും വരില്ല. ഒന്നെങ്കിൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിക്കുക, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ ധാരാളം പഠനങ്ങളുണ്ട്. ഓക്കെ, ഇതൊന്നും പലതും ഫ്രീലി അവൈലബിൾ അല്ല. അപ്പൊ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളത് വില കൊടുത്തൊക്കെ വാങ്ങേണ്ടി വരും. അതെല്ലാം നമ്മൾ പഠനങ്ങളാണ്, സ്റ്റഡീസ് ആണ് നോക്കുന്നതെങ്കിൽ ഗൂഗിൾ സ്കോളർ, പബ്മെഡ് പോലെയുള്ള സെർച്ച് എഞ്ചിനിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോലൈസ്ഡ് റെഡ്യൂസ്ഡ് വാട്ടർ എന്നോ ഹൈഡ്രജൻ വാട്ടർ എന്നോ അല്ലെങ്കിൽ ആൽക്കലൈൻ അയണൈസ്ഡ് വാട്ടർ എന്നോ ഈവൻ കാങ്കൻ വാട്ടർ എന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡീസ് കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റഡീസ് ചിലപ്പോൾ നമുക്ക് കുറച്ച് അതിന്റെ മെഡിക്കൽ ലാംഗ്വേജ്, സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളാണ്, ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകങ്ങളാണ് കുറച്ചുകൂടി, നമുക്കൊരു ലേമൻ ലാംഗ്വേജിലുള്ള പുസ്തകങ്ങൾ ധാരാളം അവൈലബിൾ ആണ്. ഇതിനൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടപ്പോൾ ഈവൻ അതൊരു വാട്ടർ ഫിൽറ്ററിന്റെ ആൾക്കാരോട് ചോദിച്ചാലോ ഡോക്ടർമാരോട് ചോദിച്ചാലോ ഒന്നും ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊള്ളുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിക്കും. ഈ ധാരാളം പുസ്തകങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഇതിനെ കുറിച്ചുള്ളതാണ്. ഈ ചേഞ്ച് യുവർ വാട്ടർ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ഫുള്ളി വെള്ളത്തെ കുറിച്ചാണ്. ഹീലിംഗ് വാട്ടേഴ്സ് ഓൾ അബൌട്ട് ദിസ് വാട്ടർ. അതുപോലെ കൺഫെഷൻസ് ഓഫ് എ സ്കെപ്റ്റിക്കൽ ഫിസിഷ്യൻ, കില്ലിംഗ് ക്യാൻസർ നോട്ട് പീപ്പിൾ. കില്ലിംഗ് ക്യാൻസർ നോട്ട് പീപ്പിൾ എന്ന് പറയുന്ന അമേരിക്കൻ ആന്റി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ എഴുതിയുള്ള പുസ്തകമാണ്. അതിനകത്തൊരു ഫുൾ ചാപ്റ്റർ വെള്ളത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ധാരാളം പഠനങ്ങൾ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മൾ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട സെലിബ്രിറ്റീസ്, വലിയ വലിയ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അതുപോലെ തന്നെ സ്പോർട്സ് പീപ്പിൾ, ദേ ഓൾ യൂസ് കാങ്കൻ വാട്ടർ നാവ്. ഓക്കെ, കേരളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ശ്രീ രവിശങ്കർ, ഹി ഈസ് മൈ ക്ലയന്റ്. ഇദ്ദേഹം നമ്മുടെ ക്ലയന്റ് ആണ്. ആൻഡ് ഹി ഈസ് യൂസിങ് ദിസ് വാട്ടർ ഫോർ 5 years, not 5, almost 6 years. कांगन वाटर करके वो भी रखा है. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, ഒരു ക്ലാസ്സിൽ അദ്ദേഹം ഈ വെള്ളത്തെ കുറിച്ച് പറയുന്നു. इसका बढ़ता है तो जापान से वो आया एक मशीन यहाँ पर, वो भी लगाया हुआ है आश्रम में. वो मशीन का भी. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പം ലാൽ സാർ, മോഹൻലാൽ സാർ ഈസ് യൂസിങ്. സോ
എനിക്ക് തോന്നുന്നു 3 വർഷത്തോളമായി അദ്ദേഹം ഇത് യൂസ് ചെയ്യണം. അദ്ദേഹം നമ്മുടെ നേരിട്ടുള്ള ക്ലയന്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസ്. ദിസ് ഇസ് വിവേക് is Vivek Anand Oberoi. I believe you all must be feeling it. Been personally Kangen user for a long time now, and from my personal experience, I can say that it has been amazing for my health and my family's health. Genuinely, the way I see it, it's an investment, not an expense. ഇൻവെസ്റ്റ്മെന്റ്. ഇതൊന്നും ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റ് അല്ല. ഇത് ഈ കമ്പനി യാതൊരു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റോ പെയ്ഡ് എൻഡോഴ്സ്മെന്റ്സോ ഒന്നുമില്ല. ഇതൊക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പം സെലിബ്രിറ്റീസ് മാത്രമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളും ഒക്കെ തന്നെ ഇന്ന് ഈ കമ്പനിയുടെ ഈ ഒരു ഉപഭോക്താക്കളായിട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അല്പസമയം നമുക്കിതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കത് ക്ലിയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇത് കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറായതിലും ഇന്ന് നമ്മുടെ സെഷനിൽ അറ്റൻഡ് ചെയ്തതിനും ഒക്കെ തന്നെ വളരെയധികം സന്തോഷം, നന്ദി, സ്നേഹം. എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് യു ക്യാൻ ആസ്ക്. സാർ, ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ ആയിരുന്നില്ലേ? ക്ലിയർ ആയിരുന്നു സാറേ, ക്ലിയർ ആയിരുന്നു. ഓക്കെ. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ അല്ലെങ്കിൽ അത് മോശം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കാര്യം ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്, പുതിയൊരു ടെക്നോളജിയാണ്. സംഭവം കമ്പനി ഒരു 10-50 വർഷമായിട്ടുള്ള കമ്പനി ആണെങ്കിലും നമ്മളിപ്പോ പലരും ഇത് അടുത്ത കാലത്താണ് ഇത് കേട്ടു തുടങ്ങിയത്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതൊരു 7 വർഷത്തിലധികമായിട്ടുണ്ടായി. ഇപ്പൊ 2016 മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്തരത്തില് ഇന്നിപ്പോ നമ്മളിപ്പോ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 12ഓളം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര പേര് ഈ വെള്ളം ഇപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ഒന്ന് പറയാവോ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്? How many of you are using this water now? ഹലോ, ഞാൻ ഷിബു ആണ്. ഷിബു പറയൂ. ഞാൻ ഒരു 2-3 days ആയിട്ട് കഴിക്കുന്നുണ്ട്. റെജി തന്നിട്ട് ഓക്കെ. റെജിയുടെ മെഷീനിൽ എടുത്തിട്ട്. ഓക്കെ. പറയാൻ ഉപയോഗിച്ചിട്ട് എന്താണ്? സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ്? എക്സ്പീരിയൻസ് 2-3 days BP ഒരുവിധം കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറെ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നതല്ല എങ്കിലും വലിയ ചേഞ്ച് ഇല്ലാതെ പോകുന്നുണ്ട്. വേറെ മറ്റ് റിസൾട്ട്സ് അങ്ങനെ പറയാനായിട്ടില്ല 2-3 ഡേയ്സിലായിരുന്നു. മാത്രമല്ല 8.5 pH-ലായിരിക്കും ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ. 8.5 ആണ്. ഓക്കെ. നമുക്കൊരു 2-3 ആഴ്ചക്ക് കുടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 9.5-ലേക്ക് വരുന്നതോടുകൂടി തന്നെ നമ്മുടെ എനർജി, അറ്റ്ലീസ്റ്റ് നമ്മുടെ എനർജി ലെവല്, അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ്, ഉറക്കം, ഇതൊക്കെ നമുക്ക് അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. തുടക്കത്തിൽ ആദ്യത്തെ ഒരു 3-4 ദിവസം ചിലപ്പോൾ ചില ആളുകളിൽ ക്ലൻസിങ് സിംറ്റംസും നമുക്ക് കാണും. ക്ലൻസിങ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോ തുടക്കത്തിൽ നമ്മൾ ഇത് ആദ്യമായിട്ട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം നമ്മൾ പോയി എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ ക്ലൻസിങ് സിംറ്റം അല്ലെങ്കിൽ മെങ്കൻ എഫക്ട് എന്നൊക്കെയാണ് ഇതിന് പറയാം. അപ്പൊ അതേപോലെ ഈ വെള്ളം നമ്മൾ തുടക്കത്തിൽ കുടിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 3-4 ദിവസം ചിലപ്പോൾ ചില ക്ലൻസിങ് സിംറ്റംസ് നമുക്ക് ഉണ്ടാവാം. ഒന്ന്, നമ്മൾ വാഷ്റൂമിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും, യൂറിനേഷൻ കൂടും, ചിലപ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും, ചിലപ്പോൾ നമുക്കൊരു ഹെഡ് റഷ് പോലെ, ഒരു തലയ്ക്ക് ഒരു പെരുപ്പം പോലെ തോന്നും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ ദോസ് ആർ കോൾഡ് ക്ലൻസിങ് സിംറ്റംസ്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ എപ്പോഴും 8.5 pH-ൽ നമ്മൾ തുടങ്ങി ഒരു 4-5 ദിവസം 8.5-ൽ ചെയ്ത് അതിനുശേഷം പതിയെ 9 and 9.5-ലേക്ക് വരുന്നതാണ് അഭികാമ്യം അല്ലെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ. ഈ വെള്ളം കുറച്ച് നാൾ കൂടുതലായിട്ട് കുടിക്കുന്ന ആൾക്കാർ ആരാണ്? ഒന്ന് ജസ്റ്റ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. സാറേ, ഞാൻ 1 month കഴിഞ്ഞു. ഇപ്പൊ 2 months അടുത്തായി. 1.5
മന്ത്സ്, ഒരു 50 days എങ്കിലും ആയി. ഓക്കെ, മാർച്ച് 3-നാണ്. ഓക്കെ, റൈസറിന്റെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം റൈസർ. അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അൺബിലീവബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് എന്റെ ലൈഫിൽ. ഞാൻ ഈ ഞാൻ 12 years ആയി BP മെഡിസിൻ കഴിക്കും. ആദ്യം റൈസർ ഒന്ന് സ്വയമായിട്ടൊന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് റെജി. എന്നെ അറിയാത്തവരില്ല, അതിൽ മിക്കവാറും ഒക്കെ അറിയുന്നവർ തന്നെയാണ്. റൈസറിന്റെ ഗസ്റ്റുകൾ തന്നെയാണ്. എറണാകുളത്തുനിന്നവരൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. എന്റെ പേര് റെജി, ഞാൻ സ്ഥലം പെരിന്തൽമണ്ണയാണ്. Can you hear me? കേൾക്കാലോ അല്ലേ? അപ്പൊ ഞാൻ വേറെ ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഇത് തുടങ്ങിയത്. കാരണം ഞാനൊരു 12 വർഷമായി BP മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക സ്ഥിരമായിട്ട്. ടെൽമ 40H എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് ഞാൻ കഴിക്കുന്നത്. മോർണിംഗിലായിരുന്നു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വളരെ ഇതായിട്ട് പോകും. പിന്നെ നമ്മൾ BP നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ വേരിയേഷൻ ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു മെച്ചം. അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഞാൻ ടാബ്ലറ്റ് ആദ്യം തുടങ്ങിയത് കുറച്ച് ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതിൽ നവഹൃദയകൽപ്പ എന്നൊക്കെ പറഞ്ഞ കുറെ ടാബ്ലറ്റ് ഉണ്ട്, വേറെന്തോ ഒരു. അപ്പൊ അത് അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിൽക്കാതെയായി, അലോപ്പതി സ്റ്റാർട്ട് ചെയ്തു. ടെൽമ 40 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞു, പിന്നെ അത് ടെൽമ 40H ആയിട്ട് മാറി. അങ്ങനെ 12 years ആയി ഈ അലോപ്പതി മെഡിസിൻ കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ വേറെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ, ചെറിയ ഇതുണ്ടായിട്ടാണ് നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ വന്ന് ബോഡിയിൽ. കുറച്ചു കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ ചെന്നൈ ബേസ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം സ്റ്റാർട്ട് ചെയ്ത് കുടിച്ചു തുടങ്ങിയത്. അപ്പൊ പക്ഷെ ഞാനൊരു 10-11 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ BP ലെവൽ നേരെ താഴോട്ട് വന്ന്. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് 2 മാസം 1.5 മാസം കഴിഞ്ഞു, 2 മാസമായിട്ടുണ്ടാവും. ഇതുവരെ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. എപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴും 120/80 അല്ലെങ്കിൽ 130/85 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. മറ്റേ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടും 140/90 മുകളിലായിരുന്നു, അതിന് താഴെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ഉള്ള ഒരു ഇത് വന്നു വെച്ച് കഴിഞ്ഞാൽ കാലിന് ഭയങ്കര ഈ നമ്മൾ ടൈലിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ നടക്കുമ്പോ ഈ ഫീറ്റിന്റെ താഴെ ഇങ്ങനെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ചെരുപ്പ് ഞാൻ യൂസ് ചെയ്യായിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് മാറി. അത് അതുപോലെ പിന്നെ വൈഫ് ഏതാണ്ട് ആ സമയത്ത് ഞാൻ മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു 1 month കൂടുതലായി, 1.5 മാസം കഴിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് ഞാൻ പലയിടത്തുനിന്നായിട്ട് വെള്ളം കളക്ട് ചെയ്തിട്ടായിരുന്നു, പലയിടത്തുനിന്നായിട്ട് ഞാൻ എടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ക്വാണ്ടിറ്റി, അപ്പൊ ഒരു അതുകൊണ്ട് വീട്ടിൽ അധികം ആരും യൂസ് ചെയ്തില്ല, ഞാൻ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം വൈഫും യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്കും നല്ല ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അധികം ദിവസം ആയിട്ടില്ല എന്നാൽ പോലും. ഒരു 2 weeks ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, കാര്യമായിട്ട് കുടിച്ചു തുടങ്ങിയിട്ട് ശേഷം. അതെ. ഇത് ഒരു വല്ലാത്തൊരു ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് ആർക്ക് പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ലേണിംഗ്, നമ്മൾ ഇത്രയും എന്ത് ചെയ്യാ, ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ പുറത്തുനിന്ന് കേട്ടതും. നമ്മളിങ്ങനെ BP മാറുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ അത് ബിലീവ് ചെയ്യില്ല. അതുപോലെ ഷുഗറില്. അപ്പൊ ഇതുപോലെ ഞാൻ ഇതിന്റെ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ യൂസ് ചെയ്യുന്ന ഒരുപാട് പലരുമായിട്ടും ഞാൻ ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും പല ആയിട്ടാണ്. അപ്പോ എല്ലാരും ഹൈലി എന്താ പറയാ, അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര വല്ലാത്തൊരു എന്തായാലും. അതെ, പലരുടെയും അനുഭവങ്ങള്, സ്റ്റോറി എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ പലപ്പോഴും അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആളുകളുടെയും അത്രമാത്രം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇതിൽ വേറൊരു കാര്യം തോന്നിയത്, ഇപ്പൊ ഈ മിഷനിൽ വേറെ ഒരു സാധനം ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കറിയാം ചില വാട്ടർ ഫിൽറ്റേഴ്സ് വരെ ഈ പിന്നെ പല കാറ്ററിജുകളും ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതില് ഈ പവർ കൊടുത്തിട്ട് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അസിഡിറ്റി മാറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു മിറാക്കിൾ അല്ലേ? ഒരു അൺനാച്ചുറൽ ആയിട്ടൊന്നും ഇല്ലല്ലോ. വെള്ളത്തിലുള്ള ഘടകങ്ങളെ തന്നെയാണ് വേർതിരിക്കുന്നത്. വെള്ളത്തിനെ തന്നെയാണ് ഒരു പുനർക്രമീകരണം നടത്തുന്നത്. അതിന്റെ ഒരു മോളിക്കുലർ റീസ്ട്രക്ചറിങ് നടത്തുന്നു. വെള്ളത്തിന്റെ ഒരു pH-നെ ബാലൻസ് ചെയ്യണു. വെള്ളത്തിനെ ഒരു എനർജൈസ് ചെയ്യുന്നു. ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് വലിയ കാര്യമാണ് ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോ വീട്ടിലെ മദർ ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, പിന്നെ BP ഉണ്ട് മദറിന്. ഓൾമോസ്റ്റ് 78 ഒക്കെ ആയി ഏജ്. അപ്പൊ ആദ്യം പക്ഷെ കുടിച്ചു തുടങ്ങി. ഇപ്പൊ ചേഞ്ച് ഉണ്ട്. പിന്നെ അതിന്റെ സമയം ആവുന്നേ ഉള്ളൂ. ഒരാഴ്ചയായുള്ളൂ. കഴിഞ്ഞ സൺഡേ ആയിരുന്നു. കഴിഞ്ഞ മൺഡേ മുതലാണ് നമ്മൾ തുടങ്ങിയത് ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തത്.
അപ്പൊ വിത്തിൻ ഒരു 8.5 ആയിട്ടുണ്ട്, 9 എത്തിണ്ടാവില്ല അല്ലെ? അതോ ഇല്ല ഞാൻ 8.5 തന്നെയാ പോണത്, കൂട്ടിയിട്ടില്ല. ഓക്കെ. ഈ മൺഡേ മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ കൂട്ടാന്ന് വിചാരിക്കും. 9.5 എത്തുമ്പോഴത്തേക്കും വലിയ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ അതെ വരും. അതെ. ഓക്കെ, ഗ്രേറ്റ് റൈസ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലീസ് കം ഫോർവേഡ്. അത് മറ്റുള്ളവർക്ക് കൂടി അതൊരു ഗുണകരമാവും. നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഒരു സംശയം ഇപ്പൊ നമ്മുടെ ഓക്കെ കുറച്ച് ദിവസമായിട്ട് ഞാനും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറി. ഇതുപോലെ ലെഗ് പെയിൻ, ഭയങ്കര ലെഗ് പെയിൻ ആയിരുന്നു. നമുക്ക് ചെരുപ്പിടാതെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, കുറച്ചു നേരം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഞാനിപ്പോ ഒരു 3 വീക്സോളം ആയിട്ടുണ്ടാവും. 1 വീക്ക് ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് തന്നെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു 2 ആഴ്ച ഇതുപോലെ റേസർ കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് കുറെയൊക്കെ നമ്മള് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ലെഗ് പെയിൻ ഭയങ്കര മാറ്റാണ്. കാരണം നിൽക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് സമയം നമുക്ക് കൂടുതൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് ചേഞ്ച് തോന്നിയത്, എനിക്ക് ഭയങ്കര അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കണ്ണ് ചൊറിയാന്ന് പറഞ്ഞാൽ രാത്രിയാണ് അത് കൂടുന്നത്. രാത്രി നമ്മള് കണ്ണ് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു വാട്ടറിനകത്ത് വാഷ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ പ്രശ്നേ ഇല്ല. മറ്റേത് ഡെയിലി നമുക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണ് ചൊറിയാൻ പാടില്ലല്ലോ, ഇത് ചെറിയ നെർവ്സും കാര്യങ്ങളല്ലേ, പക്ഷെ ചൊറിയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നത്തെ നമുക്ക് എനർജി ലെവൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ നമ്മൾ സാധാരണ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാന്നുള്ളതാണല്ലോ പതിവ്. സത്യം പറഞ്ഞാൽ ഞാൻ 3-4 ദിവസമായിട്ട് ചായ തീരെ കുടിച്ചിട്ടില്ല. വൈകുന്നേരവും ഇല്ല, രാവിലെ ഇല്ല. കാരണം നമുക്ക് തോന്നേയില്ല. കാരണം നമ്മളെപ്പോഴും വാട്ടർ കുടിക്കുന്ന കാരണം ചായ കുടിക്കാനേ തോന്നില്ല. മറ്റേത് ചായ അവോയ്ഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ പിന്നെ നമുക്ക് വേറൊരു മിറാക്കിൾ എനിക്ക് തോന്നിയത്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ തക്കാളി എടുത്ത് വാഷ് ചെയ്തു കുറച്ച്, നമ്മുടെ ഈ സ്ട്രോങ് വാട്ടറിനകത്ത്. സാധാരണ നമ്മൾ ഈ തക്കാളിയൊക്കെ ഇപ്പം കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് 1 ആഴ്ച 2 ആഴ്ച ഇരുന്നാലൊന്നും കേടാകാറില്ല. അങ്ങനെ ഇരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അങ്ങനെ ഇരിക്കും. പുറത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കും. ഇപ്പൊ ഞാനിത് വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഈ തക്കാളി ഏതാണ്ട് ഒരു പൊട്ടിയ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഡാമേജ് ആയി പോയി. അപ്പൊ എനിക്ക് തോന്നി അതിനകത്തുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ പോയത് കൊണ്ടായിരിക്കാം അല്ലെ? അത് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിൽ അത്ര നാൾ ഇരിക്കില്ലല്ലോ, ഇരിക്കില്ല. അപ്പൊ അതൊരു എനിക്കൊരു അത്ഭുതം പോലെ തോന്നി. കാരണം മറ്റേത് എത്ര ദിവസം വെച്ചാലും അങ്ങനെ ഇരിക്കും. ഇത് ഈ വാഷ് ചെയ്ത് കുറച്ചേരം ഞാൻ അതിനകത്ത് ഇട്ട് വാഷ് ചെയ്ത് പുറത്തെടുത്ത് വെച്ച് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് പെട്ടെന്ന് ഡാമേജ് ആയി പോയി. അപ്പൊ അങ്ങനെ അതിലാ കെമിക്കൽസ് ഒക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ പോയിട്ടുണ്ടാവും. അതെ. ടീച്ചർക്ക് ഞാൻ ആ ഒരു പ്രോട്ടോകോൾ ബുക്ക് തന്നിരുന്നോ? അത് ബുക്ക് തന്നിരുന്നോ പ്രോട്ടോകോളിന്റെ? ഇല്ല. ഓക്കെ, ഞാൻ റൈസാന്റെ അടുത്ത് ഞാൻ കൊടുക്കാം, തിങ്കളാഴ്ച ചൊവ്വയായിട്ട് കൊടുക്കാം. പിന്നെ മീറ്റ് നമ്മൾ വാഷ് ചെയ്തേ, മീറ്റ് വാഷ് ചെയ്തപ്പോ ഒരുപാട് ബ്ലഡ് ഒക്കെ അതിന് റിലീസ് ഇതായി പോയി. അതെ അങ്ങനെ മീറ്റ് നമ്മള് ഇപ്പം മീറ്റ് ചിക്കൻ മാത്രമല്ല, ചിക്കനോ റെഡ് മീറ്റോ മാത്രമല്ല, ഫിഷ് അടക്കം എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ 11.5 സോക്ക് ചെയ്യാം. ഈ 11.5 വാട്ടർ ഹൈലി, ഞാൻ നേരത്തെ കാണിച്ചില്ല, അതൊരു എമിൾസിഫൈങ് വാട്ടർ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ അതിനകത്തുള്ള ഇതിനൊക്കെ തന്നെ ബ്ലഡ് സ്ട്രെയിനോ ബ്ലഡ് ക്ലോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് അതൊക്കെ എഫക്റ്റീവ്ലി നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇവര് എങ്ങനെയൊക്കെയാണത് നമുക്കൊന്നും അറിയില്ലല്ലോ. പലപ്പോഴും വെയിറ്റ് കൂടാൻ വേണ്ടി മറ്റൊക്കെ ആയിട്ട് പല സാധനങ്ങളൊക്കെ കൊടുക്കണ്ടെന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്യും. അതിന് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഇപ്പൊ പച്ചക്കറികളാണെങ്കിലും ഇത് വാഷ് ചെയ്ത് നമ്മളത് കുക്ക് ചെയ്ത് നമ്മൾ കറികളിലേക്ക് വരുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ടീച്ചർ നോക്കിയിരുന്നോ അതിന്റെ ടേസ്റ്റ് ഡിഫറൻസ്? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അതെ, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നോ? അതെ, നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതെ, ഞാൻ ആ ബുക്ക് ഞാൻ ആ റൈസാറിന്റെ അടുത്ത് കൊടുക്കാം, എറണാകുളത്ത്. ഓക്കെ, ഗ്രേറ്റ്. വേറെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സാർ, പറയൂ. എന്റെ പേര് ചന്ദ്രബാബു ആണ്.
ഓക്കെ സാർ. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ സൂം മീറ്റിംഗിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ. അപ്പൊ ഞാൻ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഈ മലമ്പുഴ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതില് ക്ലോറിനൈസ്ഡ് ഇഷ്ടംമാതിരി ക്ലോറിൻ വെള്ളമാണ്. അത് ചിലപ്പോ കലങ്ങിയ വരാം, നിറം മാറി കലങ്ങിയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് സംശയം എന്നുള്ളത്, ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കലങ്ങിയത് ക്ലിയർ വാട്ടർ ആക്കി മാറ്റാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇതിൽ ഫിൽട്രേഷൻ ഉണ്ട്. ശരിക്കും നമുക്ക് മലമ്പുഴ വാട്ടർ ഈ മെഷീനിലേക്ക് കൊടുക്കാൻ നല്ലൊരു ഐഡിയൽ വാട്ടർ ആണ്. ഒരു പക്ഷേ കിണർ വെള്ളത്തിനേക്കാൾ നല്ലതാണ് ഇതിലേക്ക് കൊടുക്കാൻ ആയിട്ട് നമുക്ക് പറ്റുന്ന വെള്ളമാണ് മലമ്പുഴ വാട്ടർ. ഓക്കെ. ക്ലോറിൻ എന്തായാലും ക്ലോറിനെ റിമൂവ് ചെയ്യും. ഈ പറയുന്ന അഴുക്ക്, ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ മെഷീൻ നേരിട്ട് നമ്മൾ ടാപ്പിൽ കണക്ട് ചെയ്യരുത്. പകരം നമ്മൾ ഒരു കാർബൺ സെഡിമെന്റ്, പ്രീ കാർബൺ, പോസ്റ്റ് കാർബൺ സെഡിമെന്റ് ഫിൽട്ടർ വെച്ചിട്ട്, പ്രീ ഫിൽട്ടർ വെച്ചിട്ട്, ആ പ്രീ ഫിൽട്ടറിലേക്കാണ് നമ്മൾ ഈ മെഷീൻ കണക്ട് ചെയ്യുക. അപ്പം ഈ പ്രീ ഫിൽട്ടറിൽ തന്നെ അത്യാവശ്യം അഴുക്കുകളും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആവും. ഓക്കെ. അതിനുശേഷം മെഷീന്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ ഉണ്ട്. ആ ഫിൽട്ടർ ക്ലോറിൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിൽട്ടർ ആണ്. ക്ലോറിനും അതുപോലെ തന്നെ വല്ല ഹെവി മെറ്റൽസോ അല്ലെങ്കിൽ കോളിഫോം, ഈക്വളൈ പോലെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ് നടക്കുന്നത്, അയോണൈസേഷൻ നടക്കുക. അപ്പൊ ഇതെല്ലാം ക്ലീൻ ആക്കി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ വെള്ളം പണ്ടത്തെ പോലെ നമ്മൾ ചൂടാക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട. സ്ട്രേറ്റ് അവേ നമുക്ക് മെഷീനിനകത്ത് വെള്ളം കുടിക്കാം. കുടിക്കാം. സാർ, ഒരു സംശയം. അപ്പൊ നമ്മൾക്ക് ഇത് ഇപ്പോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ചോറ് വെക്കാൻ ഒക്കെ ആണല്ലോ. ഈ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ വല്ല മാറ്റങ്ങളും വരുമോ? പിന്നെ കെമിക്കലായിട്ട് വല്ല മാറ്റങ്ങളും? കെമിക്കലായിട്ടൊരു മാറ്റം വരില്ല. കാര്യം വെള്ളത്തിനകത്ത് ബാക്കി കെമിക്കൽസ് ഒക്കെ ഇതിനകത്ത് റിമൂവ് ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാലോ? ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും? ഇത് രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് വെള്ളം ഫ്രിഡ്ജിൽ വെക്കാം, നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാം, തിളപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ ചൂടാക്കും തോറും ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസത്തിൽ വെള്ളത്തിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടും. അത് കുറഞ്ഞു വരും. അതായത് ORP എന്ന് പറയും. ഈ വെള്ളം ഇപ്പോ രണ്ട് ഉദാഹരണം പറയുമ്പോൾ അത് സാറിന് മനസ്സിലാവും. ഇപ്പൊ നമ്മള് പണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മള് രണ്ട് ചെറിയ വയറ് വെച്ച് ഒരു LED ബൾബ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ LED ബൾബ് പ്രകാശിക്കും. ചെയ്തിട്ടുണ്ടോ പണ്ട്? ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടാറ്റോ ഹാസ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അതിന് എനർജി. ഓക്കെ. പൊട്ടാറ്റോ ഈസ് എ ലിവിങ് ഫുഡ്. പക്ഷെ ഈ പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ എനർജി ഇല്ലാതാവും. പൊട്ടാറ്റോ ബിക്കംസ് ഡെഡ്. ഓക്കെ. അപ്പൊ അതുപോലെയാണ് ഈ വെള്ളം നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ വെള്ളത്തിലെ എനർജി നഷ്ടപ്പെടും. അതാണ് ഈ ORP എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കൊന്നും ചെയ്യേണ്ടെന്ന് പറയും. നേരിട്ട് കുടിക്കാം. പക്ഷെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ നമുക്ക് ചൂടാക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമുക്ക് മാത്രമല്ല, ഇതില് കുക്ക് ചെയ്യുമ്പോ നമുക്ക് ആ സ്പൈസസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ചായപ്പൊടി ആണെങ്കിലും കാപ്പിപ്പൊടി ആണെങ്കിലും ഒരു പക്ഷെ പകുതി ഇട്ടാൽ മതിയാവും. കാര്യം അത്രയും പെട്ടെന്ന് ഈ വെള്ളം അത് അബ്സോർബ് ചെയ്യും. നമുക്ക് ആ ഡിഫറൻസ് അറിയാം. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ തണുപ്പിക്കണമെങ്കിൽ ഇപ്പൊ ഈ വെള്ളം എടുത്തിട്ട് നമ്മള് തണുപ്പിക്കുമ്പോഴും ORP നഷ്ടപ്പെടുന്നത് കുറച്ച് പെട്ടെന്ന് നഷ്ടപ്പെടില്ല. നമുക്കത് അങ്ങനെ കുറച്ചുകൂടി നിൽക്കും. അപ്പൊ നമ്മളത് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ ചൂടുകാലൊക്കെ ആണെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കുടിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കാം. ഐസ് ക്യൂബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്യൂബ് വെള്ളത്തിലിട്ട് വെള്ളം എടുത്തിട്ട് അങ്ങനെ കുടിക്കാം. തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ. പക്ഷെ നാച്ചുറൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളം കുടിക്കുന്നതാണ് നമുക്ക് ആരോഗ്യപരമായിട്ട് ഏറ്റവും നല്ലത്. ഇതിന്റെ ഗുണം കിട്ടുന്നത് അപ്പോഴായിരിക്കും അല്ലേ? ഗുണം കിട്ടുന്ന അപ്പോഴാണ്. അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ ചെറുതായിട്ട് തണുപ്പിച്ചു എന്നുള്ളത് കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും. സാർ, ഈ മെഷീന്റെ എത്രയാണ് കോസ്റ്റ്? എങ്ങനെയാണ് അതെങ്ങനെ നമുക്ക് അവൈലബിൾ ആവുക, കിട്ടുക? നമുക്ക് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സാർ, ഇവിടെ നമുക്ക് 5 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അതിനകത്ത് ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് 2,18,000 രൂപയാണ് കോസ്റ്റ് വരിക.
പിന്നെ ഒരു 1100 രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ്. അങ്ങനെ 219,100 നമുക്ക് ബേസ് മോഡലിന് കോസ്റ്റ് വരിക. ഓക്കെ. പിന്നെ SD50 എന്ന് പറയുന്ന ഒരു 7 പ്ലേറ്റ് മെഷീൻ ഉണ്ട്. അതിന് നമുക്ക് 2,78,100 രൂപയാണ് കോസ്റ്റ് വരിക. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും. കാര്യം ബേസ് മോഡൽ നമുക്ക് 4 പ്ലേറ്റ്സേ ഉള്ളൂ, ഇലക്ട്രോ പ്ലേറ്റ്സ് 4 എണ്ണേ ഉള്ളൂ. എന്നാൽ ഈ SD50 എന്ന് പറയുന്ന 278 മെഷീനിൽ നമുക്ക് 7 പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ. ഈ പ്ലേറ്റ്സ് കൂടുന്തോറും വെള്ളത്തിന്റെ എനർജി ലെവലിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കലി നമുക്ക് കൂടുതൽ എഫക്റ്റീവ്നെസ് ആയിരിക്കും പ്ലേറ്റ്സ് കൂടുന്തോറും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതില് ഒരു പക്ഷേ 11.5 pH കിട്ടുണ്ടാവും അല്ലേ? അല്ല, എല്ലാത്തിലും എല്ലാ pH എടുക്കാം. എല്ലാത്തിലും എല്ലാ pH. അപ്പൊ ബേസ് മോഡൽ ആണെങ്കിലും നമുക്ക് എല്ലാ pH എടുക്കാം. 7 പ്ലേറ്റ്സ് ആണെങ്കിലും എടുക്കാം. പിന്നെ 8 പ്ലേറ്റ് 12 പ്ലേറ്റ് ഒക്കെ ഉണ്ട്. അത് പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. 8 പ്ലേറ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ്. കുറെ കൂടി സെമി ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. പിന്നെ 12 പ്ലേറ്റ് നോർമലി ഹോട്ടലുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. വീടുകളിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് SD50 എന്ന് പറയുന്ന മോഡൽ 7 പ്ലേറ്റ് മെഷീൻ. അതാണെങ്കിൽ നമുക്ക് 2,78,100 രൂപയാണ് കോസ്റ്റ് വരിക. കാര്യം അതിനകത്ത് 7 പ്ലേറ്റ് ഉണ്ട്. പക്ഷെ വേറെ നമുക്ക് ആ ഒരു ബേസ് മോഡൽ ജൂനിയർ മോഡൽ ആണെങ്കിൽ 4 പ്ലേറ്റ്സേ ഉള്ളൂ. എന്നാൽ പ്രൈസിൽ നമുക്ക് ആകെ ഒരു 60,000 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് കാരണം ഇത് നമുക്കൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ വരുന്നുള്ളൂ. കാര്യം ഇത് മെഷീൻ നമുക്ക് 25-30 വർഷമൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആ ഒരു ഫിൽറ്റർ മാത്രമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരിക. അത് 2-3 വർഷം കൂടുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്നുള്ളൂ. അതൊരു 8,000 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വരിക. നമുക്ക് എവിടെ അവൈലബിൾ ആവും സാർ ഇത്? പിന്നെ ഇതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഇന്ത്യയിൽ ബാംഗ്ലൂർ ആണ് കമ്പനിയുടെ ഓഫീസ്, കൊച്ചിയിലാണ് നമ്മുടെ സർവീസ് ഓഫീസ്. ഓൾ കേരള എല്ലാം 24/7 നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. പക്ഷെ ഇത് നമുക്കൊരു സെൽഫ് മെയിൻ്റെനൻസ് മെഷീൻ ആണ്. നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാ ടീമും എല്ലായ്പ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് നേരിട്ട് മാത്രമേ മെഷീൻ വരുള്ളൂ. അത് കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് വരും. മെഷീൻസ് എല്ലാം ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. ജപ്പാനിലാണ് മാനുഫാക്ചറിങ്, ഒസാക്കയിലാണ് ഫാക്ടറി. അപ്പൊ നമ്മളിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് നേരിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് മെഷീൻ ഡിസ്പാച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്ത് എല്ലാം ഓൺലൈൻ പ്രോസസ് ആണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 to 5 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് മെഷീൻ നമ്മുടെ വീട്ടിലെത്തും. വീട്ടിലെത്തുന്നതോടുകൂടി നമ്മുടെ ടെക്നീഷ്യൻസ് ടീം വരും. ഞങ്ങൾ അത് വന്ന് ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗിക്കേണ്ടത്, മെയിൻ്റെനൻസ് എല്ലാം പഠിപ്പിച്ചു തരും. Okay, thank you, sir. Thank you very much. Thank you for coming forward and asking your question. Thank you. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഐ തിങ്ക് വി ക്യാൻ കോൾ ഇറ്റ് എ നൈറ്റ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കണം. Sir, anything else? Nothing, sir. വേറെ ഒന്നുമില്ല. ഇല്ല. എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇല്ല. ഓക്കെ സർ. ഓക്കെ. ഇനി അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങനെ പല അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവും. അപ്പോൾ അത് താല്പര്യമുള്ളവരെ ഒന്ന് ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ റൈസർ. ഓക്കെ. ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നമുക്ക് ഒഫീഷ്യലി കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം അല്ലെ? നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് വി ക്യാൻ ജോയിൻ അഗെയിൻ. അതെ. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക്. ക്ലാരിറ്റി കിട്ടും. അതെ. Okay, Razor. Okay, thank you. Okay, thank you all. Thank you. Thank you, sir. Good night. Thank you. Good night. Bye.